സുരേന്ദ്രൻ ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്നുള്ളൊരു കാര്യം ഒരു ഇതായി പറഞ്ഞത് മാത്രമല്ല അനിൽ ആന്റണിക്ക് എതിരെ പല ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ ആദ്യം ആ സുരേന്ദ്രൻ പറഞ്ഞതിനോട് അങ്ങ് യോജിക്കുന്നുണ്ട് പേര് മാറ്റുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക്? ഞാനിത് കേട്ടെങ്കിൽ എന്റെ കൃത്യമായ സംഭവങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യം പറയാതിരിക്കുക. കാരണം ഇലക്ഷൻ സമയം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കും അറിയാം, രാവിലെ ഇറങ്ങും, രാത്രി ഏതോ സമയത്ത് കിടക്കുന്നു, രാവിലെ വീണ്ടും പത്രം കാണാറില്ല. പിന്നെ ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ അറിഞ്ഞിട്ടുണ്ട്. ഇത് ആ സ്ഥലത്തെ സാഹചര്യം എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയാത്ത വിഷയം പറയുന്നതിന് അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം. ഓക്കെ, അപ്പോൾ കൃഷ്ണകുമാർജി മാത്രമല്ല, ഇന്ന് ഭാര്യ എത്തിയിട്ടുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്, വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ളവരെല്ലാം എത്തുന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എനിക്കൊന്ന് രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു കൂടെ പ്രചരണത്തിന് പോകുന്നത്, രണ്ടോ മൂന്നാമത്തെ ദിവസം ഇങ്ങനെയുണ്ട്. അന്ന് അതിനുശേഷം ഇപ്പോൾ ഒരു മാറ്റം. ഇന്ന് ഡയറക്റ്റായിട്ട് കുറേ ആൾക്കാരെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാഷ്യൂ ഫാക്ടറിയിലൊക്കെ വളരെ പോസിറ്റീവായിരുന്നു, നല്ലതായിരുന്നു. ഈ തിരുവനന്തപുരത്തേക്ക് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, കാര്യം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആ ഒരു ഇതുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത്രയും ഒരു സ്വീകാര്യത കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും ഒരു സ്വീകാര്യത ഞങ്ങൾക്ക് ഇവിടെ പുള്ളി ഒരു ന്യൂ ഫേസ് ആണല്ലോ, നമുക്ക് ഈ ഒരു നാടും അത്ര അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ വളരെ വളരെ ലവിങ് ആണ്, അങ്ങനെ എനിക്ക് തോന്നി. ഞാനത് പറയുന്നുണ്ടായിരുന്നു. കാരണം സ്നേഹസമ്പന്നരാണ് എന്ന് വെച്ചാൽ തിരുവനന്തപുരം മോശമൊന്നുമില്ല, ട്രിവാൻഡ്രം ഒരു മെട്രോ സിറ്റിയാണ്. അവര് ധാരാളം കലാകാരന്മാരെല്ലാം കണ്ടതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒന്ന് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നുള്ള, രണ്ട് കലാജീവിതം ഞങ്ങളെല്ലാവരും സ്ക്രീനിലുള്ളവരാണ്, അതിന്റെ ഒരു സ്നേഹമുണ്ട്. അതെന്നെ അടുത്ത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ വാർത്തകൾ കൊടുക്കുമ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ കുടുംബാംഗങ്ങളെല്ലാവരും, അതായത് മക്കളെല്ലാവരും ഇവിടേക്ക് വരുന്നുണ്ടോ പ്രചരണത്തിന്റെ ഭാഗമായി? കാര്യം കുടുംബമായി നിന്നിങ്ങനെ പ്രചരണം നടത്തുന്ന അപൂർവ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരിക്കാം. അതൊരു അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ എല്ലാവരും കലാരംഗത്ത് വരിക, അതിനേക്കാൾ ഉപരി വരുന്നവർ പലരുണ്ട്. ജനങ്ങൾ നമ്മളെ സ്വീകരിക്കണം, സ്നേഹിക്കണം. ഇതൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ ആറുപേരെയും കേരളമൊട്ടാകെ മലയാളികൾ എവിടെയുണ്ടോ എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല, അത്രമാത്രം സ്നേഹിക്കുന്നു, ഞങ്ങളോട് വല്ലാത്തൊരു സഹകരണം കാണിക്കുന്നു. എല്ലാവരും വരുന്നുണ്ട്. അത് മുഴുവൻ മാനേജ് ചെയ്യുന്ന ഇവിടെയുണ്ട്, എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ, ഈ ദേശീയ നേതാക്കൾ പലരുടെയും ചാർട്ടായി വരുന്നതേ ഉള്ളൂ, ഇവിടേക്ക് അങ്ങനെ ആരെങ്കിലും വരുന്നതായിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? കാര്യം പ്രധാനമന്ത്രി മറ്റ് പല അവർ പ്രാമുഖ്യം നൽകുന്ന സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്. ചാർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ ശ്രീ ബി ഗോപകുമാർ ജില്ലാ പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ രാജ്നാഥ് സിംഗ് ജി അദ്ദേഹം തീയതി 18 എന്തോ ആണ് വരുന്നുണ്ട്. ഇപ്പൊ എവിടെയാണ് എനിക്ക് സൗകര്യം എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, ജില്ലാ പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്ഥലത്തെപ്പറ്റി നല്ല വിവരമുള്ള മനുഷ്യനാണ്. ഞാൻ നിങ്ങൾ തീരുമാനിക്കുക, അതനുസരിച്ച് വയ്ക്കുക. പിന്നെ പ്രധാനമന്ത്രി എനിക്കൊന്ന് കാട്ടാക്കട വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം ഈ 3 പേരും അങ്ങോട്ടേക്ക് പോകാനായിരിക്കും സാധ്യത. ഈ പല ഘട്ടത്തിൽ പലതിലും അങ്ങുൾപ്പെടെ കേട്ടിട്ടുണ്ടായിരിക്കും ജില്ലാ പ്രസിഡന്റുമായി ചില രീതിയിലുള്ള അസ്വാരസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ പ്രചരണം കൃത്യമായ രീതിയിൽ പല സ്ഥലങ്ങളിലേക്കും എത്തുന്നില്ല എന്ന് ചില പ്രവർത്തകരൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ പരാതി ഉന്നയിച്ചിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ടാക്കിൾ ചെയ്ത് പോയി കഴിഞ്ഞോ? രണ്ട് തരത്തിലാണത്. കാരണം വെച്ചാൽ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള തന്ത്രങ്ങൾ എതിർ പാർട്ടികൾ എടുക്കാം. ഇപ്പൊ തന്നെ ഒന്ന് ഗോപകുമാറുമായിട്ട് ഞാൻ ഇപ്പോഴല്ല ബന്ധം, നാളുകൾക്ക് മുമ്പുള്ള ബന്ധമാണ്. അതിന് പുറമെ ഞാനിവിടെ വന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥലം, എനിക്ക് വേണ്ടതെല്ലാം, പിന്നെ പരിമിതികൾ അവർക്കുമുണ്ട്. നമ്മളെപ്പോഴും ആരെങ്കിലും പറ്റി ആരോപണം വരുമ്പോൾ ഞാൻ പറയും, എന്തുകൊണ്ടാണ് നമ്മൾ അവരെ പറ്റി പറയുന്നത്? അവരുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങേയറ്റ സൗഹൃദത്തിലാണ്. അന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരാണ് നിങ്ങൾക്ക് ഈ വിവരം തന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? നമ്മൾ ആരോപണങ്ങൾ, ചില സമയത്ത് ആരോപണങ്ങൾ പോലും ഗുണം ചെയ്യും. കാരണം അന്നിങ്ങനെ ഒരു വാർത്ത വന്നുകൊണ്ട് നിങ്ങളും ഞങ്ങളെ സഹായിച്ചു. കാരണം നിങ്ങൾ ആരോപണം ക്ലിയർ ചെയ്യാൻ ഇപ്പം തന്നെ ചോദ്യം ചോദിക്കുന്നു, ഒന്നുകൂടി ക്ലിയർ ചെയ്യാണ്, ഒരിക്കൽ കൂടി നമ്മൾ എയറിൽ വരികയാണ്. അതുകൊണ്ട് ആരോപണങ്ങൾക്കും നല്ല വശമുണ്ട്. ആരോപണം ആരും ഉന്നയിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള വിഷയവും ഒരിടത്തുമില്ല. ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ പരിഹരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം ഞാൻ സംസാരിക്കാൻ പറഞ്ഞു, ഒരു അട്ടിമറി വിജയമാണ് പ്രതീക്ഷ. ആ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അവസാന നിമിഷം വരെയും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്ന്, ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയി എല്ലാവരും കൈ കാണിക്കുന്നു, അവരെല്ലാം വോട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം സ്നേഹം കൊണ്ട് കൈ കാണിക്കും, കലാകാരൻ. പക്ഷെ ഇപ്പം കൈ കാണിപ്പിന്റെ രീതി ഒന്ന് മാറുന്നു. വെറുതെ കാണിക്കുകയല്ല, കാണിച്ചു കഴിഞ്ഞ് തംസപ്പിലോട്ട് പോകുന്നു. അപ്പോൾ ജനങ്ങളോട് സംസാരിക്കും, അവർ പറഞ്ഞു ഇരു മുന്നണികളും ഞങ്ങളെ കുറെ കാലം ചതിക്കുകയായിരുന്നു, ഒരു മാറ്റം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞാൻ സ്വാഗതം, നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അതുകൊണ്ട് മാറ്റം പ്രതീക്ഷിക്കുന്നു, ഒരു അട്ടിമറി വിജയം ഇവിടെ നടക്കും. ഓക്കെ, കൃഷ്ണകുമാർജി പറഞ്ഞതുപോലെ, ആദ്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു അട്ടിമറി വിജയം തന്നെയാണ് BJP കൊല്ലത്ത് ലക്ഷ്യം വഹിക്കുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.